മുതലപ്പുഴയിൽ അപകടത്തിൽപ്പെട്ടവരുടെ വീടുകളിൽ വി മുരളീധരൻ MLA സന്ദർശനം നടത്തി. 12:30 മുതലപ്പുഴയിലെത്തിയ അദ്ദേഹം രക്ഷാപ്രവർത്തനങ്ങൾ വിലയിരുത്തി. തുടർന്ന് അഞ്ചുതെങ്ങ് സെന്റ് പീറ്റേഴ്സ് ഫെറോന ദേവാലയത്തിലെത്തിയ അദ്ദേഹം ഇടവക വികാരി ഫാദർ സന്തോഷുമായി നിലവിലെ സാഹചര്യങ്ങൾ ചോദിച്ചറിഞ്ഞു. മുതലപ്പുഴയുടെ അശാസ്ത്രീയതയ്ക്ക് നാളിതുവരെയും പരിഹാരം കാണുവാൻ കഴിയാത്തത് അപകടങ്ങൾ തുടർക്കഥയാവുന്നതിന് പ്രധാന കാരണമാകുന്നുവെന്നും സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കുന്നതിലും അഴിമുഖത്തും ഹാർബറിലും അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുന്നതിലെയും മെല്ലെപ്പോക്കുകൾ പൊഴിമുഖത്ത് അപകടത്തിൽപ്പെടുന്നവരുടെ ജീവനെടുക്കുകയാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. കേന്ദ്ര സർക്കാരിലും സംസ്ഥാന നിയമസഭയിലും ഈ വിഷയത്തിന്മേൽ ശക്തമായ സമ്മർദ്ദം ചെലുത്തുമെന്നും അദ്ദേഹം ഇടവക വികാരികൾക്ക് ഉറപ്പു നൽകി. തുടർന്ന് കൊച്ചുമേത്തർ കടവ് സ്വദേശിയായ ശ്രീമോന്റെയും ഷിജിന്റെയും വീടുകളിലെത്തി കുടുംബത്തെ ആശ്വസിപ്പിച്ചു. കാണാതായി 10 ദിവസങ്ങൾ കഴിയുമ്പോഴും ഷിജിനെ കണ്ടെത്താൻ കഴിയാത്തതിലുള്ള കുടുംബത്തിന്റെ കണ്ണുനീരിന് പരിഹാരം കാണുവാൻ തെരച്ചിൽ നടപടികൾ കൂടുതൽ ഊർജിതമാക്കാനുള്ള നടപടികൾക്ക് വകുപ്പ് തലത്തിൽ ഇടപെടൽ നടത്തുമെന്നും ഷിജിന്റെ ഭാര്യ സിജിയുടെ വിദ്യാഭ്യാസ യോഗ്യതയ്ക്ക് അനുസരിച്ചുള്ള സർക്കാർ ജോലിക്ക് വേണ്ടിയും ഷിജിന്റെ മൂത്ത കുട്ടിയുടെ ചികിത്സയ്ക്ക് സൗജന്യ ചികിത്സ ഒരുക്കുവാനായി സാധ്യമായതെല്ലാം ചെയ്യുമെന്നും അദ്ദേഹം കുടുംബത്തിന് ഉറപ്പു നൽകി. സന്ദർശനത്തിൽ നോർത്ത് ജില്ലാ പ്രസിഡന്റ് SR രജികുമാർ, മണ്ഡലം പ്രസിഡന്റുമാരായ പൂവണത്തുമൂട് ബിജു, വിജീഷ്, അഞ്ചുതെങ്ങ് പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് അഞ്ചുതെങ്ങ് സജൻ, ജില്ലാ സെക്രട്ടറി SN സജു, വർക്കല മണ്ഡലം പ്രഭാരി ഒറ്റൂർ മോഹൻദാസ്, മുൻ NDA സ്ഥാനാർത്ഥി B അനൂപ്, ജില്ലാ സെക്രട്ടറി സൗമ്യ S, മണ്ഡലം ജനറൽ സെക്രട്ടറി അനീഷ് പത്മനാഭൻ, അഭിജിത്ത് കടക്കാവൂർ, പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് OMI ഏലപ്പുറം, ന്യൂനപക്ഷ മോർച്ച മണ്ഡലം പ്രസിഡന്റ് ജോസഫ് J, വൈസ് പ്രസിഡന്റ് ലോറൻസ് റോബർട്ട്, യുവമോർച്ച ജില്ലാ സെക്രട്ടറി ചന്തു ചന്ദ്രൻ, ബൂത്ത് കമ്മിറ്റി ഭാരവാഹികളായ രാജു V, സുനിൽകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. വിസ്മയ ന്യൂസ്, തിരുവനന്തപുരം.